ഹായ് ഗൈസ്, നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ടുള്ളത് ഇന്ന് കപ്പ ബിരിയാണിയാണ്. നമുക്ക് കപ്പേൻ്റെ തൊലി പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. കപ്പ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ച കപ്പ നന്നായി 3-4 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇന്ന് നമ്മുടെ പരീക്ഷണം അടുപ്പിലാട്ടോ. കഴുകി വച്ചേക്കുന്ന കപ്പ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെക്കാം. കപ്പ അവിടുന്ന് വേകുമ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമുക്ക് തേങ്ങ ചിരവി എടുക്കാം. 2 മുറി തേങ്ങയാണ് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും ചേർത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അരപ്പ് റെഡിയാക്കുന്നത് അരകല്ലിലാണ് കേട്ടോ. മിക്സിയിൽ അരയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് അരകല്ലിൽ അരയ്ക്കുമ്പോഴാണ്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പ ഇവിടെ അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പും അരപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി പൊടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് പൊടിയായിട്ട് ഇരിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂ. ഇനി നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് വേണ്ട എല്ലുകറി ഉണ്ടാക്കിയെടുക്കാം. കഴുകി വെച്ച എല്ലിലേക്ക് ഉപ്പും സബോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കാം. വെന്ത് വരുന്ന എല്ലിലേക്ക് നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇങ്ങോട്ട് വീണു പോയി കുറച്ച്. നമുക്ക് എല്ലുകറിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കടുക് പൊട്ടിച്ചതിന് ശേഷം മസാലയെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. വേവിച്ച് വെച്ച എല്ലിലേക്ക് വറുത്ത് വെച്ച മസാലപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ എല്ലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായി മിക്സാക്കി എടുക്കാം. കപ്പയും എല്ലും കൂടെ നന്നായി മിക്സാക്കി എടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.